ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നെല്ലിക്ക ഒരുപാട് കിട്ടുന്ന കാലാണ്. നെല്ലിക്ക കൊണ്ട് പല വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ തേൻ നെല്ലിക്ക ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അത് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ കറി നമ്മൾ നെല്ലിക്ക കൊണ്ട് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കറിയിലൊക്കെ നെല്ലിക്ക ഇട്ടിട്ട് വെക്കും, നെല്ലിക്ക കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കും. പക്ഷെ ഈ ഒരു കറിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇത് നമുക്കൊരു 4 മാസത്തിനും മേലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കെടുത്ത് നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. നെല്ലിക്ക കൊണ്ടുള്ള നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു 20 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് വലിയ നെല്ലിക്ക തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകം പൊടിച്ചത്, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ഉലുവ, മുഴുവൻ മല്ലി, പെരിഞ്ചീരകം, സ്വല്പം കായം പൊടിച്ചത് വേണം, സോൾട്ട്, ശർക്കര. അതൊരു 1.5 കപ്പാണ് കേട്ടോ. അത് അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ് ഞാനിങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. അഴുക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ഉരുക്കിയെടുക്കുക. 2 അച്ച് വലിയ അച്ച് ബെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ വേണം, അതൊരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, വെള്ളം. ഇത്രയും വെച്ചിട്ടാണ് നമ്മുടെ കറി ഉണ്ടാക്കാൻ പോകുന്നത്. കഴുകി വൃത്തിയാക്കിയ നെല്ലിക്ക നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. 2 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ. കുക്കർ ഒരു 3 വിസിലടിച്ചു, പ്രഷറൊക്കെ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സീഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ അതിന്റെ സീഡ്സ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഒരു കടായി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എണ്ണ, അതായത് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഈ സീഡ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പോവാണ്. ഇതിലൊരു 1/4 ടീസ്പൂൺ കായം പൊടിച്ചത് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ആഡ് ചെയ്യാം. അത് നമുക്കൊരു 2 മിനിറ്റ് ആ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ആക്കി, അതായത് നെല്ലിക്ക ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, അതായത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര പൊടിച്ചു വെച്ചത് ഒരു 1.5 കപ്പാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, 2 അച്ച് ബെല്ലം ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ബെല്ലം ഒക്കെ ഒന്ന് അലിഞ്ഞങ്ങോട്ട് വരണം. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം പൊടിച്ചത്, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്